കാറിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. അങ്ങനെയൊന്നും ഇല്ല. ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. ഓ, അത്രേ ഉള്ളൂ കാര്യം. അതൊക്കെ പതിയെ പതിയെ ശരിയായിക്കോളൂ. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഓക്കെ. ഹലോ ഹലോ ചേച്ചി, സുഖാണോ? ആ സുഖം. എന്തിന്റെ ടോണി വിശേഷം? ആ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അതെ, ആ ചേച്ചിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വേറെ നമ്പർ വല്ലതും ഉണ്ടോ? വേറെ നമ്പർ ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു മെസ്സേജ് അയച്ചിട്ടാ മതി. പുള്ളി ചിലപ്പോ വല്ല മീറ്റിംഗിലായിരിക്കും. ഓക്കെ, ശരി ചേച്ചി. ഓക്കെ. ഇതാരും വിളിച്ചെന്നറിയോ? ടോണി. നിന്നെ പോലെ തന്നെ 3 വർഷം മുന്നേ വന്നതാ ഇവിടെ. ടോണി നാൻസി. എനിക്ക് അങ്ങോട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു. അതെ, ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തല കാണുന്നു. പറ. എനിക്ക് എങ്ങനെ അറിയാൻ ടോണി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടി, നിനക്ക് എത്ര ശമ്പളം എന്ന് പറഞ്ഞേ? പറ. പൊന്നു ടോണി, 12,000 പൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ 2 ലക്ഷം രൂപ. അപ്പൊ അതിൽ കൂടുതൽ സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അവർക്ക് 3,500 പൗണ്ട്. ഇവിടുത്തെ ഒരു 3-3.5 ലക്ഷം രൂപ വരും. പെട്ടെന്ന് ഉറങ്ങടാ, വെളുപ്പിനെ എണീക്കണ്ടല്ലോ. എന്തുവാ ഇത്? ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങി. ഹലോ ടോണി, ഞാനേ എയർപോർട്ടിന്റെ വെളിയിൽ കിടപ്പുണ്ട്. നീ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് ക്ലിയർ ചെയ്തിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു വാ. ഞാൻ പാർക്കിംഗ് കാണും കേട്ടോ. ജോസേട്ടാ. ടോണി, ഓ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് പെട്ടെടുക്കാനായിട്ട് കുറെ പോസ്റ്റായി. കോപ്പ് കറങ്ങി കറങ്ങി വരണ്ടേ. വെട്ടി വെക്കാം. ഓക്കെ ഓക്കെ, വാ. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? 1.5 മണിക്കൂർ. ഹാൻഡ് ബാഗ്, അത് പാസ്പോർട്ട് ഉള്ളതല്ലേ? ടോണി, പറയൂ. ഇവിടെ ഹലോ മമ്മി. ആ യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തായി? നിങ്ങൾ കിടന്നില്ലേ? അവളും പപ്പായും എന്തിയേ? ആ ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. എന്നാൽ പിന്നെ കിടന്നു, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ശരി ശരി, ബൈ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഓ, എന്നാ പറയാനാ, ഫ്ലൈറ്റിൽ നിന്ന് എന്തൊക്കെയോ കിട്ടി. എരിവില്ല പുളിയുമില്ല, വായിൽ വെക്കാൻ കൊള്ളത്തുമില്ല. വിശന്നിട്ടാണെങ്കിൽ വയറ് തള്ളയ്ക്കും വിളിക്കണം. ഓക്കെ, നമുക്കേ പോകുന്ന വഴി വല്ലതും കിട്ടുമോ നോക്കാം.
ഇല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ടേക്ക് അവേ എടുക്കാം. ഓക്കെ? ജോസേട്ടാ, ഈ സ്കോട്ട്ലൻഡിന്റെ അടുത്താണോ? ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് പോകട്ടെ. ടോണിയെ, നാട്ടിലെന്നാ പരിപാടി? ഞാൻ സിവിലാ. ഇവിടെ സിവിലിനൊക്കെ നല്ല സ്കോപ്പാണല്ലോ ചേട്ടാ. കുഴപ്പമില്ല. ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു. അല്ല ചേട്ടാ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 10-12 കൊല്ലമായി ടോണി. ഒയ്യോ, 12 കൊല്ലോ? എന്നിട്ട് വേറെ ജോലിയൊന്നും ആയില്ലേ? കുഴപ്പമില്ല ടോണി, ഇങ്ങനെ പോകുന്നു. ഞാനേ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കിയിട്ട് വരാം. നിങ്ങൾക്കിവിടെ രക്ഷു ആകാം. ബാ. നിങ്ങളെ അങ്ങോട്ട് പോയി ഫ്രഷ് ചെയ്തോ. ഫ്രഷ് ആയിക്കോ. അപ്പം ഞാൻ അന്യനെ പോയിട്ട് വരാം കേട്ടോ. നീ വേണ്ടി അല്ല ചേട്ടാ, ഇവിടെ നമ്മളാണോ പെട്രോൾ അടിക്കുന്നത്? പിന്നെ ഇവിടെ നമ്മൾ തന്നെയാ, നാട്ടിലെ പോലെ അല്ല. കാശ് കൊടുക്കാതെ മുങ്ങിയാലോ? നല്ലതായിരിക്കും. കാശ് കൊടുക്കാതെ മുങ്ങിയ ഇവിടെ നിന്റെ പടവും വരും, വീട്ടിലൊരു നോട്ടീസും വരും. അത്രേ ഉള്ളൂ. എത്താറായിടാ, അത് എത്താറായി. ജസ്റ്റ് ഒരു 1 മിനിറ്റ്. നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്ലാറ്റാ കേട്ടോ. ഇതാ കേട്ടോ നിങ്ങളുടെ ഫ്ലാറ്റ്. ടോണി വെട്ടി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ 2 അതെനിക്ക് തോന്നുന്ന ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും കേട്ടോ. ഓക്കെ, എൻ്റെ കയ്യിലാണ് കീ. ഈ മെയിൻ ഡോർ തുറന്നും കയറിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഹാപ്പി? വലിയ പിടുത്തമൊന്നും ഇല്ലല്ലേ? ഇച്ചിരി കൂടുതലാ. ഇരിക്കട്ടെ, ഇത്രയും മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് പൗണ്ടൊക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഈ ലൊക്കാലിറ്റിയിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. പോകട്ടെ, ബൈ. ഓക്കെ നാൻസി. ടോണി, ഞാനിതാ പമ്പിൽ നിന്ന് ഫുഡ് മേടിച്ചില്ലേ, എനിക്കിന്ന് ഇതും കഴി എന്നിട്ട് കിടന്നു കേട്ടോ. ബൈ, ടേക്ക് കെയർ. അങ്ങനെ വീടെത്തി. കൊള്ളാം, നല്ല സംഭവം തന്നെ തന്നല്ലേ. നല്ല സ്പേസ് ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് ബാത്റൂമിൽ പോണം. ബാത്റൂം എവിടെ? അവിടെ പോയി നോക്ക്.
നോക്ക്, പൈപ്പില് വെള്ളമില്ല. വെള്ളമില്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്തേലും നടക്കുവോ ടോണി? എനിക്ക് ബാത്റൂമിൽ പോണം. മോട്ടർ കേടാണ്. ഇനിയിപ്പോ എന്താ ചെയ്യും? അയാളെ വിളിക്ക്. ആരെ? വീട് അറേഞ്ച് ചെയ്ത ആളെ. ആ പെട്ടെന്ന്. ഓക്കെ. ഹലോ ചേട്ടാ. ഹലോ ടോണി, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സുഖമായിരുന്നു. പിന്നെ ചേട്ടാ, ഇവിടെ പൈപ്പില് വെള്ളമില്ലല്ലോ. ആ പിന്നെ ഭയങ്കര തണുപ്പും. ഞാൻ ഇപ്പം കട്ട് ചെയ്തിട്ട് വിളിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് വിളിക്കാം. ഓക്കെ. എന്താ പറഞ്ഞേ? ഇപ്പൊ വിളിക്കാന്ന്. നീ ഒന്ന് അടങ്ങി വേണേ. വീട്ടിൽ വിളിക്കുന്നു. ആ ചേട്ടാ. ആ ഞാനൊരു മെയിൻ്റനൻസ് മാനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീക്കെൻഡ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. സോറി. അവരെന്തായാലും നാളെ രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അവർ വന്ന് സോർട്ട് ഔട്ട് ചെയ്തോളും കേട്ടോ. നിങ്ങൾ എണീക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് അവരുടെ അടുത്ത് കീ ഉണ്ട്, സ്പെയർ കീ ഉണ്ട്. അവർ വന്ന് എല്ലാം ഫിക്സ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ആ പിന്നെ നമ്മുടെ പവർ പ്ലഗിൻ്റെ അടുത്തൊരു ഹീറ്റിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ട്. അതൊന്ന് തിരിച്ചാൽ മതി കേട്ടോ, ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അയ്യോ ചേട്ടാ, ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം. അത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തോണേ. ചേട്ടാ ടിഷ്യൂ ഉണ്ടോ? ഇവിടെയൊക്കെ അങ്ങനെയാ. ഹലോ ചേട്ടാ, ഞങ്ങൾക്ക് ഹലോ ഹലോ ടിഷ്യൂ ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ? ടിഷ്യൂ ഉണ്ടോ? എന്ത് ചെയ്യൂടാ? തൽക്കാലം നീ ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വേറെ എന്ത് ചെയ്യാനാ? നീ പോയി അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് കണ്ണം കാണുന്നത്. എടിയാ ഫുഡ് എവിടെ? അതാ നീല ബാഗിലുണ്ട്. നിനക്ക് വേണ്ടേ? അപ്പോ എനിക്കൊന്നും വേണ്ട. ഓ എടി നിനക്ക് വേണ്ടെന്ന് ഉറപ്പല്ലേ? എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ഇതെന്തോന്നത്? കിഴങ്ങും ബീൻസോ? ഇതിപ്പോ എങ്ങനെ കഴിക്ക? ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ. എന്നും പോയി. നാൻസിയേ, നാൻസി. ആ ഇന്നും പട്ടിണിയാ. എന്തോ കിഴങ്ങ് ഉലത്തിയതോ പുഴുങ്ങിയതോ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. വായ വെക്കാൻ കൊള്ളൂല. എന്തുവാ പുറത്ത് ഭയങ്കര ബഹളം? ഒന്ന് ചെന്ന് നോക്കിക്കടാ. അതാ മെയിൻ്റനൻസ് ഒന്നും ആൾക്കാരാണ്. നീ കിടക്കുക. ഇനിയിപ്പോ കൊറേ കോട്ടുകൾ വാങ്ങണം. എടി വിശന്നിട്ട് പോയി. വാ പോവാം. അപ്പൊ ഇന്നലെ ജോസേട്ടൻ കൊണ്ടുവന്നൊന്നും കഴിച്ചില്ലേ? എന്തോന്ന് പുഴുങ്ങി എന്തോ സാധനം കൊണ്ടുവന്നിട്ട് വാല് വെക്കാൻ കൊള്ളൂ? ഓ നീ ബാക്കി ഇരിപ്പുണ്ടോ? ഇന്നലെ വേണോ? നമുക്കേ ഒരു കടയിൽ പോയി കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആ BRP കാർഡ് കളക്ട് ചെയ്യാൻ പോണം. ഒരു വലിയ കണ്ണും കൂടെ എഴുതിക്കോട്ടെ. എന്തിനാണ് കണ്ണേറുന്നത്? ബാക്കിയുള്ള ബൂട്ടികളല്ലേ. ഇത് പെട്ടെന്നല്ല കാലാവസ്ഥ മാറിയാ. എടി ഇത് UK തന്നെയാണോടി? ഒരു ഇംഗ്ലീഷുകാരെ പോലും കാണുന്നില്ല. ഇതേ അലങ്കാറ്. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഫുൾ അറബി റെസ്റ്റോറന്റ് പോലെ. വാ നടക്ക്.
എന്താടാ വിശക്കുന്നടി. എന്താ ചെയ്യാ? ഇവിടെ വല്ല കേരള ഹോട്ടൽ ഉണ്ടാവും? എവിടെ നിന്നാടാ കേരള ഹോട്ടല്? ഇവിടെ എവിടെയെങ്കിലും കേറാം നമുക്ക്. വാ, നീ വാ. എന്താടാ? 36 പൗണ്ട്. നാട്ടിലെ 3600 രൂപ. അയ്യോ, ഇത് മുതലാവത്തില്ല. ആകെപ്പാടെ 500 കൊണ്ടേ ഉള്ളൂ. ഇനി സാലറി വരണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങ് പോവാം. പെരി പെരി സോസ് അതാ അച്ചാറ്. ഇതൊക്കെ നമുക്ക് പറ്റും. എനിക്ക് വേണ്ട. എടാ, കുറച്ച് ബ്രെഡ് വാങ്ങിച്ചാൽ നമുക്ക് രാവിലെ കഴിക്കാം. കുറച്ച് പഴവും കൂടി അടിച്ചാൽ അല്ലേ? ഇത് എത്രയാന്ന് നോക്കിയ വില? ഫാൻസി ഇഷ്ടംപോലെ കുട്ടി ഉണ്ടല്ലോ ഇവിടെ. എടാ, നീ വന്നേ കാശില്ലാന്ന് ഇരിക്കുമ്പോ അവിടെ കുട്ടി. ഒന്ന് നോക്കട്ടെടാ. നമുക്ക് വേണ്ടേ അത് ഒരെണ്ണം കൈ കഴുകുന്ന? വേണോ? ആ പിന്നെ എടാ മോനെ 15 പൗണ്ടെങ്കിലും മേടിക്കണം. ഓണത്തിന് എന്തെല്ലാം പരിപാടിയുള്ളതാ. കമ്പോലിയുണ്ട്, പൂക്കള മത്സരം, പിന്നെ നമ്മുടെ വള്ളോടിനകത്ത് നടക്കണ്ടേ, അതൊക്കെ നടക്കണം. അതെ അതെ പുലികളിയുണ്ട്, പുലികളിയുണ്ട്. പുലികളി ഞാൻ അറേഞ്ച് ചെയ്തോളാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് 10 വന്ന മലകളാണ് കണ്ടിട്ട് എനിക്ക് തെലുങ്കിനെ പോലെ തോന്നുന്നു. മലയാളികളല്ലാണ്ട്. പുലി അളിയാണ്. പുലിയാ? മറക്കല്ലേ. എന്ത് പുലി? പുലി ഓണത്തിന് ഞാൻ എന്നെ കൊണ്ടൊക്കെ പറ്റുന്നല്ല പുലിയാണ്. നീ ഒന്ന് പോടെ. നീ ആവുന്ന നല്ലത്. അളിയനാണ്. പോടെ പുലിയേ. ആദ്യം നമുക്ക് കുറച്ച് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. നീ നമ്മുടെ ഫോട്ടോസ് എടുത്തേ. പിന്നെ 2 സൈഡ് ടേപ്പും കൂടി വേണം കേട്ടോ. ഈ സെറ്റിയുടെ മേളിൽ വെച്ചാലോ? ഓക്കെ. എന്നിട്ട് ആ ചെടികളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം ശരി. അല്ലേ? കർത്താവിന്റെ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. എടാ, നമുക്ക് ഈ കർത്താവിന്റെ ഫോട്ടോ എവിടെ വെക്കുക? ആ ഫോട്ടോസ് അവിടെ നല്ല ഭംഗിയുണ്ട്. ചെടികൾ കുറച്ച് അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ഫോട്ടോ ഇവിടെ വെച്ചാലോ? അവിടെ തൂക്കി വെക്കാം. അപ്പൊ ആൾക്കാർക്കൊക്കെ വരുമ്പോഴേ കാണാലോ, അല്ലേ? അതെ, കർത്താവിന്റെ ഈ ഫോട്ടോക്ക് വെയിറ്റ് ഉണ്ട്. ഇത് 2 സൈഡ് ടേപ്പ് നിൽക്കില്ല. അതുപോലെ ചുമരും വെക്കണമെങ്കിൽ ആണി അടിക്കണം, ഇവിടെ ആണെങ്കിൽ ആണി അടിക്കാനും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് ബെഡ്റൂമിൽ വെക്കാം കേട്ടാ. ഏത് നേരം അതേലും കുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ ബെഡ്റൂമിൽ വരുമ്പോഴെങ്കിലും മാറ്റി വെച്ചൂടെ? നിനക്ക് നാളെ അല്ലേ ഡ്യൂട്ടി തുടങ്ങുന്നേ? നാളെ ഡ്യൂട്ടി അല്ല, ട്രെയിനിങ്. 1 മാസം ട്രെയിനിങ്, അത് കഴിഞ്ഞ് ഡ്യൂട്ടി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ നീ ഇവിടെ എന്ത് ചെയ്യും? നീ ഡ്യൂട്ടിക്ക് പോകുന്നു,
ഞാൻ പുട്ടടിക്കുന്നു. നീ ഡ്യൂട്ടിക്ക് പോകുന്നു, ഞാൻ എൻജോയ് ചെയ്യും. ഇതങ്ങനെ തുറന്നോണ്ടേയിരിക്കും. എനിക്കാണ് സ്ഥലങ്ങളുടെ ഒരു പിടുത്തവും ഇല്ലടാ. ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല. എടാ കിടക്കാതെ എണീറ്റേ. റെഡിയായോ? നിനക്ക് സമയം എത്രയെന്ന് വല്ല അറിയാവോ? ഇങ്ങനെ കിടന്നോ ഇവിടെ. ഓക്കെ, ഞാൻ പോവാ കേട്ടോ. ഓക്കെ ഓക്കെ, ടാറ്റ. ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. ഹലോ എടി, നീ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എടി ഇവിടെ ഒന്നുമില്ല. എടി വെക്കലേ. ഹലോ, എന്തുണ്ടാക്കും ഞാൻ? ഹലോ മിസ്റ്റർ കെട്ടിയോൺ. ആ, എങ്ങനെയുണ്ടായിരുന്നടേ? നല്ലായിരുന്നടാ. ബാച്ചിലുള്ള എല്ലാരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നീ വല്ലതും കഴിച്ചാ? പിന്നെ ഞാൻ ദേ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കഴിച്ചുകൊണ്ടിരിക്കുക. ആണല്ലേ, അടിപൊളി. അപ്പൊ നിനക്കൊന്നും വേണ്ടല്ലോ. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കടേ. എന്തുവാടാ ടോണി ഇത്? നിനക്ക് എന്താളും ബാക്കിയിട്ടിരിക്കുന്നത്? ഇതൊക്കെ നിനക്കൊന്ന് എടുത്തു വെച്ചൂടെ? ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണോ? നൂഡിൽസോ? എനിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് വേണേ കഴിച്ചാൽ മതി. എൻ്റെ ഒരു മട്ടൻ ബിരിയാണി. നൂഡിൽസ് ചേർത്ത് ആദ്യത്തെ 10 നേരം ഇളക്കരുത്. ഹൈ ഫ്ലെയിമിൽ തള്ളുക. ഓരോ ബ്രാൻഡ് നോട്ട് ഒഴിക്കുക. പിന്നീട് ഇരിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇറക്കുക. മട്ടൻ ബിരിയാണി. നീ ഇല്ലെങ്കിൽ ഭയങ്കര ബോറാ. ആണോ? അപ്പൊ നീ സുയിച്ച് ജീവിക്കാൻ വന്നതല്ലേ? ഓ, നിന്റെ ഒരു സത്യം. എങ്ങനെയുണ്ടെന്ന് നോക്ക്, കഴിക്കി. എനിക്കെന്താ, ഞാൻ നോക്കട്ടെ. ഇങ്ങനെ 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 കറക്കി കറക്കി കഴിക്കണം. ആ, പണ്ട് ഞാൻ ഇതുപോലെ ഒരാളെ കറക്കിയതാ. ഇപ്പൊ ദേ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള സിനിമയും കണ്ടോടാ ഇന്ന്? കാർട്ടൂൺ ടോം ആൻഡ് ജെറി. നിങ്ങൾക്ക് പറ്റിയ സാധനം. എടാ നീ മതിയുടെ ടി വി കണ്ടേ? വന്ന് കിടന്നേ. അവൻ്റെ ഒരു ടി വി കാണാൻ.
അളിയാ എന്നാ ഉണ്ടാ വിശേഷം? പറ മോനെ. നിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ, കൊള്ളാം. ഞാൻ വിചാരിച്ചു നീ നമ്മളെയൊക്കെ മറന്നുപോയെന്ന്. ഓ പിന്നെ കോപ്പ്, അതൊക്കെ ചുമ്മാ ആൾക്കാരെ കാണിക്കാനല്ലേ. അല്ല നീ ഇതെങ്ങോട്ടാ? ഒന്ന് സൈറ്റ് വരെ പോണോടാ. പിന്നെ എന്നാ ഉണ്ട്, ചെറുതൊക്കെ അടിക്കാറുണ്ടോ? പിന്നെ അടി, നാട്ടിൽ നിന്ന് വന്നിട്ട് മര്യാദക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ലടാ. ആയോടാ, അവളൊന്നും ഉണ്ടാക്കി തരത്തില്ലേ? ബെസ്റ്റ്. യൂട്യൂബിൽ നോക്കി എന്തൊക്കെയോ പരീക്ഷിക്കും, വായ വെക്കാൻ കൊള്ളത്തില്ല. ഞാനൊന്നും മിണ്ടാനും പോകാറില്ല, വേണ്ടി അതും കിട്ടത്തില്ല. നീ ഒന്നും മിണ്ടണ്ട, അതാ നല്ലത്. പിന്നെ നീ അവിടെ ചെന്നിട്ട് വിളിച്ചില്ല എന്നും പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ പരാതി പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് സെറ്റായിട്ട് വിളിക്കാറാ, നീ അവന്മാരെ തിരക്കിയതിൽ പറയണേ. ഓക്കെ. നീ പിന്നെ പണിക്കൊന്നും പോകുന്നില്ലേ, അതോ കെട്ടിയോളെ പണിക്ക് വിട്ടിട്ട് സൂയിക്കാനാണോ പ്ലാൻ? ഒന്ന് പോടേ, ഞാൻ സിവിൽ നോക്കുന്നുണ്ട്. എടാ എനിക്കൊരു കോള് വരുന്നുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന്, ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. ശരി. ആടാ ശരി, എന്നാ കാണാമേ, ബൈ ബൈ. എന്താ എന്നാ കാര്യം പറയണേ. ഹലോ, ആരെങ്കിലും ചേട്ടൻ ഈ അപ്പാർട്ട്മെന്റ് ജിമ്മിന്ന് പറഞ്ഞാ ഇത്തിരി വണ്ണം വെച്ചിട്ട് അതെ അപ്പാർട്ട്മെന്റ് ഏതാണെന്ന് അറിയില്ല, പക്ഷെ ആൾ ഇവിടാണ് താമസിക്കുന്നത് അറിയാം. പൊന്നു ചേട്ടാ, പുള്ളി എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. പുള്ളി മാഞ്ചസ്റ്റർ ആയതുകൊണ്ട് മാത്രം നമ്മൾ പരിചയപ്പെട്ടു. പുള്ളിന്റെ കെയർ ഓഫില് കാറ് കിട്ടി, 3000 പൗണ്ടും കൊടുത്തു. ആദ്യത്തെ 2 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. 3ാമത്തെ ദിവസം ആ വണ്ടിന്റെ ബോണ്ട് ടപ്പ പേന്ന് വെച്ച വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അവര് പറഞ്ഞു എഞ്ചിൻ കംപ്ലൈന്റ് ആണ്, 2000 പൗണ്ട് വേണം. 2000 പൗണ്ടോ? ആ തന്നവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ജിമ്മിനെ വിളിക്കാൻ. ജിമ്മിനെ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഫോണും എടുക്കുന്നില്ല. ആകെ പെട്ടിരിക്കുകയാണ്. ആള് ഈ റൂട്ടില് പോയിട്ടുള്ളത് കണ്ടു. ഈ വഴിയാണ് പോയിരിക്കുന്നത്. അങ്ങോട്ടാ? അങ്ങോട്ടാ പോയിരിക്കുന്നത്. ഞങ്ങളൊന്ന് പോയി നോക്കി. ആയിക്കോട്ടെ. താങ്ക് യു. എന്തുവാണ് ആ പാവ സ്റ്റുഡന്റ് പയ്യനെ നീ പറ്റിച്ചില്ലേ? അളയാ ഇല്ലളയാ, ഒരു സേവനം ചെയ്തതല്ലേ. എന്ത് സേവനം? ഒരു കാറ് മേടിച്ചു കൊടുത്തു. മിനിമം 1000 പൗണ്ടെങ്കിലും അടിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ഉടായ്പൊന്നും ജീവിച്ചാൻ പറ്റുന്നില്ല. നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഹായ് മമ്മി, സുഖമായിട്ട് പോകുന്നു. ഇവിടെയോ? ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാന്നേ. മലയാളികളൊക്കെ ഉണ്ടോ അവിടെ? നമ്മള് താമസിക്കുന്ന സ്ഥലത്താണെ കുറെ മലയാളികളുണ്ട്. എല്ലാരെയും ഒന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ചക്കയും മാങ്ങയും കപ്പയും എല്ലാം ഉണ്ട്. എന്നാ വേണം? മമ്മി പിന്നെ പപ്പായ്ക്ക് മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് അച്ചാറും ഇച്ചിരി ഉണക്കമീനും കൊടുത്തു വിടണേ. ആൻസിയുടെ വാട്സാപ്പിൽ നോക്കിയാൽ മതി, ഞാൻ അഡ്രസ്സ് അവിടെ അയക്കുന്നുണ്ട്. ടോണി പിന്നെ ജോലി നോക്കുന്നുണ്ട്. എന്നാ ഫുഡിന്റെ കാര്യമൊക്കെ കണക്കാന്നേ. എന്തെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തും കഴിക്കും. ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ. മമ്മി ഞാൻ എന്നാ പിന്നെ വിളിക്കട്ടെ, വൈകുന്നേരം വിളിക്കാം. ഓക്കെ, ശരി, ബൈ. ശരി മോളെ. Trevor Brooking hasn't had a chance to speak yet from earlier in the tournament, otherwise he wouldn't have played in this fight. ഒന്ന് പോടെ.
പിന്നെ അവിടുത്തെ കാര്യം നമ്മൾ ഹലോ മലയാളികളാണോ? അതെ അതെ. ഹലോ, ഞാൻ ടോണി. അങ്ങ് ഇടുക്കിന്നാ. ഞാൻ മനു, ആലപ്പുഴ. ഓക്കെ ഓക്കെ. ജിമ്മി കൊല്ലം. വന്നിട്ട് 2 ആഴ്ച റൂമിൽ കുത്തിയിരുന്ന് ബോറടിച്ചിരിക്കുമ്പോഴാ നിങ്ങളെ കണ്ടപ്പോ ഒരു ആശ്വാസം. ഓ ഇല്ല, ഞാൻ വലിയ ആളല്ല, തുപ്പിയുടെ ആളാ. ഞാൻ മുകളിലാണ് താമസിക്കുന്നത്. ആണോ? ജിമ്മി ആണോ? ഓ ശരി. ചേട്ടൻ നമ്പർ എത്ര? അതെ, ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നേ? വേറെ ഹൗസില്ല. കട്ട പണിയായിരിക്കും അല്ലേ? 12 മണിക്ക് നമുക്ക് സെറ്റ് ആവില്ല. ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ കെയർ റൂമില്ല, വേക്കൻസി ഉണ്ട്, നോക്കുന്നോ? അത് ഈ വയസ്സായ ആൾ കയറി നോക്കുന്ന, ഡൈപ്പറൊക്കെ മാറ്റുന്ന. നമുക്ക് സെറ്റ് ആവില്ല. ആ സിവില. പിന്നെ വൈഫിനതും ഇഷ്ടമല്ല. അമ്മ ആ അപ്പൊ ശരി, കാണാം. ഇവിടെ ഉണ്ടാവില്ലേ? കാണാം. അപ്പൊ നമ്പർ അയ്യോ വാങ്ങിച്ചോളാം ബ്രോ. ഓക്കെ എന്നാ. പുതിയ ആളായിരിക്കും. കുറച്ച് ആൾ കഴിയുമ്പോ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായിക്കോളൂ. എന്ത് പുതിയ ആള്, ശിവലേ ഇറങ്ങത്തുള്ളൂ. ആ മമ്മി, അവള് ജോലിക്ക് പോയാ? അവള് പോയി. പപ്പ സിറ്റിക്ക് പോയേക്കാ. ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസത്തെ മുടങ്ങിയെന്നും പറഞ്ഞിട്ട്. ഞാൻ നിന്നെ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞേക്കാ. ആ മമ്മി, അവളുടെ സാലറിയിൽ നിന്ന് ഇവിടുത്തെ വാടകയും ചെലവും പിന്നെ ബാക്കിയുള്ളതാളുടെ വീട്ടിലും കൊടുത്താൽ പിന്നെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. തൽക്കാലം എൻ്റെ ബുള്ളറ്റ് അങ്ങോട്ട് കൊടുക്കാം. ഞാൻ അരുണോട് പറയാം. സാരില്ല മമ്മി, ഞാനിപ്പോൾ ഇവിടെ അല്ലേ. മാത്രമല്ല അതോടെ കിടന്ന് തുരുമ്പ് പിടിക്കല്ലേ. പോട്ടെ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ശരി, ബൈ. ഇത് കഥകളെല്ലാം തുറന്ന് മലത്തി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നോ? അതൊരു കോള് വന്നപ്പോ ഞാൻ. നിന്റെ വിചാരം ഇത് നാളാണെന്നാണോ? ഇവിടെ ആരെങ്കിലും വന്ന് കയറിയ നീ അറിയുവോ? കോള് വന്നപ്പോ എടുത്തു പോയതാണ്. ഇതെന്തുവാടാ? എന്ത് പരിപാടിയാ കാണിക്കുന്ന ടോണി? നോക്കിക്ക് എവിടെ ഫുൾ അലമ്പാക്കിയിട്ടിരിക്കുന്നു. നിനക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചൂടെ? നീ തീരുമാനിക്കും, ഞാൻ ജോലിക്ക് പോകണോ അതോ വീട്ടിൽ നിന്ന് ഈ പണി എടുക്കണോന്ന്. നീ ആള് കൊള്ളാലോ. ഞാൻ പിന്നെ എനിക്ക് തലം ഭംഗിയല്ലോ. ആക്ച്വലി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടോ. എന്തിനാണ്? നീ ചെയ്ത ജോലി തന്നെയല്ലേ, പിന്നെന്താ? കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവര് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, അതാ പ്രശ്നം. അത് ആദ്യത്തെ 1-2 ദിവസം കൊണ്ടൊക്കെ സെറ്റ് ആവും. തുടക്കത്തിലുള്ള എല്ലാവർക്കും ടെൻഷനാണ്. നീ ഒന്നും കൊണ്ട് ടെൻഷൻ എടുക്കട്ടെ, എല്ലാം ശരിയാവും. ഓക്കെ. ഇങ്ങോട്ട് വന്നെടാ. എന്തുവാടാ ഇത്? ഞാൻ
ഓ ഇത് അത് പീരിയഡ്സിനുള്ളതാ, ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചത്. നീ ഒന്ന് പോയേ. ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് എന്റെ പൊന്നു ടോണി, ഒന്ന് പോ. ടോണി ഡാ, ആ ഇങ്ങനെ അവിടെ ഇരുന്ന് വേരിറങ്ങും. നീ ഇങ്ങോട്ട് വാ. എന്തുണ്ട് ജോലിയിലെ വിശേഷങ്ങള്? നല്ലതാ. 2 ചേച്ചിമാരുണ്ട്. അവര് സീനിയർ സ്റ്റാഫാ. അവര് നല്ല സപ്പോർട്ടാ. കുറെ നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാ. ഒരു ശ്വേത ചേച്ചിയും അമ്പിളി ചേച്ചിയും, പിന്നെ ഒരു മറിയ ഉണ്ട്. നല്ല രസാ, നമ്മുടെ റേഞ്ചാ. ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഇംഗ്ലീഷ് ഭയങ്കര കട്ടിയാ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്നേ. ആ അതൊക്കെ പോട്ടെ. നിന്റെ ജോലിയുടെ കാര്യം എന്തായി? എനി അപ്ഡേറ്റ്സ്? ഒന്നും ആയിട്ടില്ല, അന്വേഷിക്കാൻ പോകും. ആണോ? നീ ഈ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ഇങ്ങനെ ബോറടിക്കാതെ നിനക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? എന്തിന് ഈ തണുപ്പത്ത് നടന്ന് ഒരു വികാരമില്ലാത്ത ഒരാൾക്കാരെ കാണണം? എന്ത് കാര്യം? ആ ഞാൻ ഇപ്പൊ പറഞ്ഞ ആളില്ലേ മറിയ, പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഇവിടെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബിൽ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം അവര് പോയി കളിക്കും. പോയി നോക്കിക്കൂടെ? എവിടെയത്? ഇവിടെ അടുത്ത തന്നെയാ, നമുക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല. നാളെ ചോദിക്കും. ഇപ്പൊ അവര് കടന്നിട്ടുണ്ടോ? ഓക്കെ. ആണല്ലേ പ്ലാറ്റിനിൽ പുതിയതായിട്ട് വന്നത്? ആ അതെ. എന്നോട് ചേട്ടൻ പറഞ്ഞായിരുന്നു പ്ലാറ്റിനിൽ പുതിയ മലയാളീസ് വന്നിട്ടുണ്ടെന്ന്. ഹസ്ബൻഡിന് ചേട്ടൻ പരിചയപ്പെട്ടായിരുന്നു. അതെയോ? ആ ചേച്ചി ഏത് പാടില്ല? ഞാൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യണേ. നീ ഒരു ചേച്ചി നിന്ന് വിളിക്കണ്ട, അതിന്റെ മാത്രം പ്രായം എനിക്ക് ആയിട്ടില്ല. എന്നെ ലക്ഷ്മിന്ന് വിളിച്ചാൽ മതി. പേരെന്താ? നാൻസി. ഓ ഏത് വാർഡിലാ? ഞാൻ ഏനിയില്ല. ആ അടിപൊളി. തുടക്കം അവിടെ ആയതുകൊണ്ട് പിന്നെ നിനക്ക് ഏത് വാർഡ് ഈസി ആവും. നല്ല തിരക്കുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നാട്ടിലെവിടെയാ? ഞങ്ങൾ ഇടുക്കിയിലാണ്. ചേച്ചി എവിടെയാ? പിന്നെ ചേച്ചി ഞാൻ അങ്കമാലിയിലാടി. ആ നിങ്ങൾ വന്നിട്ട് കുറെ ആയോ? ഞങ്ങൾ വന്നിട്ട് 2 വർഷമായി. ചേച്ചി ബാൻഡ് 6 ആണല്ലേ? ആ അതെ, ഈ അടുത്താ കിട്ടിയത്. ചേച്ചി മോളുടെ അഡ്മിഷന്റെ കാര്യം എന്തായി? അഡ്മിഷനൊക്കെ ആയി മോളെ. വീട് വിട്ട് പോകുന്നതിന്റെ ഒരു ടെൻഷൻ. ഒക്കെ ശരിയാവുന്നേ, ടെൻഷൻ അടിക്കാതെ. ഹസ്ബൻഡ് ജോലിയുടെ കാര്യം എന്തായി മോളെ? ഓ ഒന്നും ആയില്ലേ ചേച്ചി, അവനാണ് സിവിലാ നോക്കുന്നത്. വീട്ടിലിരുന്ന് ബോറടിച്ച് പണ്ടാരടങ്ങിയിരിക്കുക. നാട്ടില് കൂട്ടുകാരോടെ ഫുള്ള് കറക്കല്ലായിരുന്നോ? ഇതുപോലൊക്കെ തന്നെയായിരുന്നു എൻ്റെ അച്ചാച്ചനും. ദുബായ് നല്ല അടിപൊളി ജോബ് ഉണ്ടായിരുന്ന ആളാ. ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി. ആ എല്ലാരും ഉണ്ടല്ലോ. നീയൊക്കെ വന്നടാ? ഞാൻ ഇന്നലെ എത്തി ചേച്ചി. വൈഫ് വന്നില്ലടാ? അയ്യോ, അവളൊരു 3 മാസം കഴിഞ്ഞേ വരൂ. ഓക്കെ. ഓ ഇനിയിപ്പോ 3 മാസത്തേക്ക് ബാച്ചിലർ ലൈഫ് ആയിരിക്കുമല്ലോ അല്ലേ? ഇതാരാ പുതിയ ആള്? ഇത് നമ്മുടെ വാടി വന്ന പുതിയ കുട്ടിയാ. ആണോ? ഹലോ, ഞാൻ ലിജോ. അപ്പൊ ശരി എന്നാ ഞാൻ പോകട്ടെ. അവനെ ഒന്ന് സൂക്ഷിച്ചോ, ആളത്ര വെടിപ്പല്ല. പുതിയതായിട്ട് വരുന്ന എല്ലാ പെമ്പിളാരും കാണുമ്പോൾ അവന് കുറച്ച് ഇളക്കം കൂടുതലാണ്. എൻ്റെ വാർഡിലായിരുന്നു ആദ്യം. ആ ചേച്ചി ഇന്ന് ലേറ്റ് ആണല്ലോ. ഒന്നും പറയണ്ടടി, ഭയങ്കര തിരക്കായിരുന്നു. 2 സ്റ്റാഫ്സ് കളിച്ചു. മാനേജറോട് ചോദിച്ചപ്പോ അവിടെ സ്റ്റാഫ് ഷോർട്ടേജ്. എല്ലാം കൊണ്ടും അടിപൊളി. ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. ഞാനാണെ കൊറേ നേരം കാത്തു നിന്നു. പിന്നെ കാണാഞ്ഞപ്പോ ഞാനിങ്ങ് പോയിരുന്നു. ഇവിടുത്തെ കാര്യം ഇങ്ങനെയൊക്കെയാണല്ലോ. നാളെ കഴിഞ്ഞ് ഓഫാണല്ലോ. എന്താ പരിപാടി? പള്ളിയിലൊന്ന് പോകണം. വന്നേ പിന്നെ പോയിട്ടില്ല. പിന്നെ ചെറുതായിട്ട് കറങ്ങാനൊന്ന് പോകണം. ഇവിടെ അലക്സാണ്ടർ പാർക്കിലെ കാർണീട് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു. നല്ലാന്ന് കേട്ടെ, പോയിട്ട് വാ. എന്നാ പിന്നെ ഒന്ന് പോണല്ലോ. എന്നാ പോയിട്ട് വാ. ശരി എന്നാ. ടോണി, ഓ മാഞ്ചസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓ അത് ഇഷ്ടപ്പെട്ടു. ടോണി വണ്ടിയൊക്കെ ഓടിക്കോ? എനിക്ക് ലൈസൻസ് ഉള്ളതാ. ഓ വെരി ഗുഡ്. ഇവിടെ ജോലിക്കും ഒക്കെ ആയിട്ട് ലൈസൻസ് അത്യാവശ്യം. പിന്നെ അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ. ആണോ? വണ്ടി ഓടി. ലൈസൻസ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇവിടെ 3 ഘട്ടമായിട്ട്
പ്രൊഫഷണൽ തിയറി പ്രാക്ടിക്കൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അത് കുഴപ്പമില്ല. ആദ്യമേ പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യും. ഓൺലൈൻ വഴി ഇത് വഴി അതായിക്കോളൂ. എന്നടി ഞാൻ അധികം പുറത്തുണ്ട്. ശരി ശരി അപ്പോൾ ശരി കാണാം. കുറച്ച് നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? അത് പിന്നെ മനു ചേട്ടൻ പറഞ്ഞപ്പോ ചുമ്മാ തമാശക്ക്. എന്നടാ നന്നായിട്ട് തേക്കുന്നുണ്ടല്ലോ. തേച്ച് നല്ല പരിചയം ഉണ്ടല്ലേ. തമാശ പറഞ്ഞോടാ, തമാശക്കാരൻ. എടാ നമുക്കേ ശ്വേത ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചാലോ? ആൻസിയുടെ ഫീസ് അടയ്ക്കാറായി. അല്ല, ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടെ വരുന്നവർക്കൊക്കെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പൊ എന്തെങ്കിലും പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞായിരുന്നു. അടുത്ത സാലറി വരുമ്പോ കൊടുത്താ പോരെ അല്ലേ? നീ എന്താ ചെയ്? ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം ഓഫാ. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാത്ത പോലെ. ലക്ഷ്മി ചേച്ചി പറഞ്ഞു ഇവിടെ എന്തോ ഒരു കാർണിവലോ എന്തോ ഒരു സാധനം ഉണ്ടെന്ന്. കുറെ സ്ഥലങ്ങളില്ലേ? തന്നെ ടോണിക്കുട്ടിന്റെ ബോറടി മാറും അല്ലേ? പബ്ബി പോണം, ഓഹോ, ബാറി പോണം, വേറെന്തെങ്കിലും? പിന്നെ പാർലർ, ബ്യൂട്ടി പാർലറല്ല, മസാജ് പാർലർ. വെച്ചുണ്ടല്ലോ എന്റെ മസാജ് പാർലർ. മുകിൽ മാനത്തെ മഴവില്ലിൻ കാണാമറയത്ത്
ഹായ് നാൻസി, ഇന്ന് നേരത്തെ ആണല്ലോ. അതെ, അന്ന് കണ്ടപ്പം ശരിക്കും പരിചയപ്പെടാൻ പറ്റില്ല. നാൻസിയുടെ നമ്പർ എത്ര? നമ്പർ അറിയത്തില്ലായിരിക്കും അല്ലേ? പേടിക്കണ്ട, ഞാനിട്ട് തരാം. ദേ, ഇതാണ് എന്റെ നമ്പർ. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ. നാൻസി എവിടെയാ താമസിക്കുന്നത്? ഞാനിവിടെ ലേണ്ടൻ റോഡോ? ലേണ്ടൻ റോഡിൽ എവിടാ? മരിയം കോട്ടിലോ? മരിയം കോട്ടിലെ തൊട്ട് ബാക്കിലാ വില്യം റോഡ്. അവിടെയാ ഞാൻ താമസിക്കുന്നത്. അപ്പൊ നമ്മള് നെയ്ബേഴ്സ് ആണേ. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. നാൻസി ജോസ് തോമസ്. കൊള്ളാം, നൈസ്. നാൻസിയുടെ കണ്ണ് കാണാൻ എന്ത് അടിപൊളിയാ. ഐ ലൈക്ക് ഇറ്റ്. കണ്ണ് എഴുതാറുണ്ടോ? ഇവളെവിടെ? അപ്പൊ ഞാൻ പൊക്കോട്ടെ. എന്താണ് ചുരുചുറ്റുകളി? എന്താടി അവൻ വന്ന് പറഞ്ഞിട്ട് പോയേ? അവന്റെ ഒരു നോട്ടവും പെരുമാറ്റവും ഒന്നും ശരിയല്ല. പോരാത്ത ഞാൻ എന്റെ നമ്പറും മേടിച്ചോണ്ട് പോയി. ഞാൻ കൊടുക്കാതിരുന്നപ്പോഴത്തേക്കും എന്റെ ഫോണിൽ നിന്ന് അവന്റെ ഫോണിൽ ഡയൽ ചെയ്യും. ഈ നാറിയ പണ്ട് മുതൽ എനിക്കറിയാവുന്ന ഈ പുതിയതായിട്ട് വരുന്ന എല്ലാ പെമ്പിളാരെ കാണുമ്പോൾ മുട്ടാൻ പോകാറായിട്ടുള്ള എന്റെ അടുത്തും പണ്ടെന്ന് വന്നിരുന്നു. കണക്കിന് ഞാൻ നല്ലത് കൊടുത്തു. അത് പിന്നെ ഉണ്ടല്ലോ വാർഡ് മാറി പേടിച്ചിട്ട് ഒളിച്ചു നടക്കും എന്നെ കാണാതെ. പിന്നെ ഇതൊന്നും നീ ടോണിയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. അയ്യോ ഇല്ല, അല്ലത്തിന് അറിയാലോ അന്ന് ദേഷ്യം. ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാനുള്ള കാര്യവും ആണുങ്ങൾ അറിഞ്ഞ വലിയ പ്രശ്നമാണ് കേട്ടില്ല. പണ്ട് ഇരുന്ന് തിന്നെ ഇങ്ങോട്ടാ. ശ്വേത ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ബാക്കി രുചികളെല്ലാം കഴിക്കാൻ കിട്ടും. അതെന്നാ വർത്താനാ പറഞ്ഞേ? അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രുചിയിൽ നിന്നാണോ പറയുന്നത്? നീ ഇങ്ങോട്ട് വാങ്ങി വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ചക്കര കുട്ടിയല്ലടാ, വെറുതെ പറഞ്ഞതാ. നാട്ടിലായിരുന്നെങ്കിൽ എന്തോ ബർത്ത്ഡേ പാർട്ടീസും കല്യാണം കൂടായിരുന്നു. ഒക്കെ മിസ് ചെയ്യുന്നു. നീ എവിടാ? ആ എനിക്കും മിസ് ചെയ്യുന്നടാ, സത്യമല്ലേ? നമുക്കൊരു ഹിന്ദി പടം കണ്ടാലോ? ഓ നമുക്ക് വല്ല മലയാളം തന്നെ. ഹിന്ദി. പുതിയ മലയാളം പടം വന്നിട്ടുണ്ട് നോട്ടോ. നാളെ നിനക്ക് എപ്പോഴാ ഷിഫ്റ്റ്? നാളെ നിനക്ക് എപ്പോഴാ ഡ്യൂട്ടി ചെയ്യുന്നത്? നാളെ രാവിലെ എടാ ഞാൻ ആക്ച്വലി കിടക്കാൻ പോവാ. ഈ സിനിമ കാണണം. പക്ഷെ എനിക്ക് എന്തോ പോലെ. ഞാൻ കിടക്കട്ടെ, തലവേദന. ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ. ശരിക്കും നീ കണ്ടോ? തലവേദന എടുക്കുന്നുണ്ടോ? രാവിലെ കൊണ്ട് മടിക്കണമല്ലോ. ആരാ വിളിക്കുന്നേ? ചിമ്മയെ വിളിച്ചോക്കിയാലോ? ഹലോ ജിമ്മി, രാവിലെ ഒരെണ്ണം അടിച്ചാലോ? ഞാൻ ഡ്യൂട്ടിയിലാടാ. ഡ്യൂട്ടിയാ? ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? എടാ നല്ല ആൽക്കഹോളിക് വെതറുള്ളപ്പോ നീ ഡ്യൂട്ടിയാ? ഓടെ ഇത് ഏത് പദൂരെ വിളിക്കുന്നേന്ന്? ടോണി മോനെ വിളിക്കാ. ഹലോ ഹലോ, ആ ടോണി മോനെ എന്നാണ്ട്? ഓ എന്നാ പരിപാടി? വീട്ടില് ചുമ്മാ ഇരിപ്പാ. വൈഫ് ഡ്യൂട്ടിയിലാണോ? ആ ഡ്യൂട്ടിക്ക് പോയി. രാവിലെ ഒന്നും അടിച്ചാ? ആ അതെന്താ? ഓക്കെയാണോ? ഞാൻ സാധനം എത്തുന്നോ കേട്ടോ? ഓ ടോണി മോനെ. പെട്ടെന്ന് 2 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. വാ വാ, ഞാൻ എത്തുന്നില്ല.
ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോടാ. പോലെ നല്ല അടിച്ച് സെറ്റ്. അതിന്റെ ഹാങ് ഓവറാണ് ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ടല്ല മതി. മനുഷ്യട്ടാ എന്താ എന്റെ കുട്ടൻസ്? അത് നമ്മള് മദ്യത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ മൂളി ഒന്നിട്ട് വേസ്റ്റ് എടുക്കും. അത് നമ്മൾ കൈ കൊണ്ട് വടിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് ശുദ്ധമായ മദ്യം കൊണ്ട് കഴിക്കണം. കഴിച്ചു ഒന്ന് പോച്ചേട്ടാണ് ജോലി ഇല്ല ബ്രോ. ജോലിയൊക്കെ കിട്ടിയോളൂ. പിന്നെ ജോലിയൊക്കെ ഇത്തിരി പതുക്കെ നോക്കുന്നതാണല്ലോ. ഈടാ ഈ ജോലി ഇല്ലാന്നുള്ള സുഖമുണ്ടല്ലോ, അത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. എന്നൊക്കെ എന്റെ ഫ്രീഡം ഒന്നും കിട്ടത്തില്ല. നീ ഇപ്പൊ മാക്സിമം അങ്ങോട്ട് എൻജോയ് അടി അടി ആണല്ലേ. നാട്ടിലാവുമ്പോ ആഴ്ചയിൽ ഞങ്ങൾ കൂടാറുള്ളതാ. ഇവിടെ ആരുണ്ട്? ഇവിടാണോ കമ്പനിക്ക് ക്ഷാമം? അവന്മാരെല്ലാം പണിക്ക് പോയിരിക്കുന്നുണ്ടാ. പിന്നെ ഉഷാറല്ലേ? ഹലോ. ഹലോ, ആ നീ എവിടാടാ? വീട്ടിലുണ്ടോ? ഞാൻ വീട്ടില്. അല്ലാണ്ട് വേറെ എവിടെ പോവാൻ? എനിക്ക് തീരെ വയ്യായിരുന്നു, ഞാൻ നേരത്തെ ഇറങ്ങി. ആണല്ലേ? എന്നിട്ട് ഞാൻ ഇവിടെ പുറത്തുണ്ട്, ഞാൻ ഇപ്പൊ കാണാം കേട്ടോ. ഓ ശരി. അവിടെ പുറത്തോട്ടെ. ജീവനോട് വെച്ചിട്ട് കാണട്ടാ. എന്താ ടോണി ഇത്? എന്താ പരിപാടി? ഒന്നുമില്ലടി, അത് മനുചേട്ടനെ വിളിച്ചപ്പോ ചുമ്മാ ഒരു തമാശക്ക്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇത് സ്ഥിരം പരിപാടിയാണോ? പറ. ഏയ് കർത്താവാണ് സത്യം, ഇത് ആദ്യമായിട്ടാ. ഈ വീട്ടിൽ ഈ കള്ളൂടി പരിപാടി പറ്റത്തില്ല. ഓ അന്നാവനല്ല പള്ളിയിലെ പറമ്പില്ല അങ്ങനെ പൊക്കോ തന്നെ. ഹലോ. ആ എന്നാ ചേട്ടൻ വന്നില്ലേ? ഇല്ലടാ, ചേട്ടന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, സോ അതുകൊണ്ട് ഞാനൊന്ന് ബസ്സിൽ പോകാൻ വിചാരിച്ചു. ഓ അത് ശരി. ആരെങ്കിലും കാത്തു നിൽക്കുവാണോ? ആ, എന്റെ വാർഡിൽ ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്, നാൻസി. ഒരു പുതിയ ഇടുക്കിക്കാരി കൊച്ചല്ലേ? അതെ, നിനക്കറിയോ നാൻസി? ഞാൻ കേട്ടായിരുന്നു. അതിനെപ്പറ്റി വലിയ നല്ല അഭിപ്രായമൊന്നും അല്ല കേട്ടോ. എന്റെ പൊന്നു മേരി, നീ എല്ലാ പിള്ളേരെയും പറയണ പോലെ ആ കൊച്ചിനെ പറയില്ല. അതൊരു പാവം പിടിച്ച കൊച്ചാണ്. അതും പോരാണ്ട് അതിന് ആരോടെങ്കിലും മിണ്ടാൻ തന്നെ പേടിയാണ്. പിന്നെ നിനക്ക് എല്ലാരും പാവമാണ്. ആ കൊച്ചു വരുന്നുണ്ട്, ഇനിയൊന്നും പറയണ്ട. ആ ഹലോ, ഇതല്ലേ നമ്മളിപ്പോ പറഞ്ഞ പുതിയ കൊച്ച്? ഹലോ, എന്റെ പേര് മേരി. ഞാൻ ചെയ്തല്ലേ പേര് പറഞ്ഞത്? എവിടെന്നാ? നാട്ടിൽ നിന്ന് എവിടെന്നാ? ഇടിക്കില്ല. ഓക്കെ, എന്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണേ. ഞാൻ തൊട്ടപ്പുറത്തെ വാർഡിലുണ്ടാവും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അടുത്ത വാർഡിൽ ചോദിച്ചാൽ മതി. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. മേരി എന്നാണ് പേര്, മറക്കണ്ട. ശരിയെന്നാ. അതൊരു ബാവയോ കോടാലിയോ, നീ മൈൻഡ് കൊടുക്കണ്ട കേട്ടോ. ബൈ. അല്ല ചേച്ചി എന്നാ എവിടെ നിൽക്കുന്നേ? ബസ് വെയിറ്റ് ചെയ്ത് കാണും. ഇവിടെ അടുത്തല്ലേ, ഊബറിന് പോയിക്കൂടെ? ഊബർ വിളിച്ചു പോയാ നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റില്ല, നല്ല സായിപ്പന്മാരൊക്കെ ഉണ്ടാവായി നോക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ചേച്ചൻ കേൾക്കണ്ട. കേട്ടാൽ ഇപ്പൊ എന്താ കുഴപ്പം? ഞാനും അങ്ങേരെ ഒന്നിച്ചിരുന്നല്ലേ വായി നോക്കാറ്. എന്താ നീ വായി നോക്കാറില്ലേ?
ഞാനും നോക്കും. ആ ചേച്ചി ഒരു കാര്യം പറയാൻ പറ്റൂ. ഇന്നലെ ചേച്ചിയുടെ പേരും പറഞ്ഞ് ഏതോ ഒരു ഇൻഷുറൻസ് കമ്പനിന്ന് വിളിച്ചു. അത് ഞാൻ നമ്പർ കൊടുത്തതാ നിന്റെ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ UK നിൽക്കുമ്പോൾ ഇൻഷുറൻസ് ഒക്കെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ വീടൊക്കെ എടുക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ വീടെടുത്ത സമയത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ആ ഏജൻസി ആയിരുന്നു കൈറോ ഫിനാൻഷ്യൽ സർവീസസ്. സോ അവരോട് ഞാൻ പറയാം നിന്നെ ഒന്നുകൂടി വിളിക്കാൻ. ഞാൻ നമ്പർ അയച്ചിട്ടേക്കാം നിനക്ക്. വാട്സാപ്പിൽ അയച്ചാൽ മതി. ഞാൻ ടോണിയോട് പറഞ്ഞോളാം ഒന്ന് വിളിക്കാൻ. എടാ എന്റെ ബസ് വരണം, ഞാൻ പോട്ടെ. നാളെ പാർട്ടിക്ക് നേരത്തെ എത്തണേ. ഓക്കെ, ഞാൻ വരാം. ഹലോ കൊമ്പോ അടിപൊളി. ഞാൻ പഴകിയില്ലല്ലോ. ഇല്ലില്ല, എല്ലാരും വരുന്നേ ഉള്ളൂ. ഹലോ ചേച്ചി ആ ടേപ്പ് ഒന്ന് തരുമോ? വാ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കേക്ക് കട്ടിയായിരുന്നു. കുഴപ്പമില്ല, കഴിച്ചു. നമുക്ക് കട്ട് ചെയ്താലോ? എന്താ കേക്ക് എടുക്കട്ടെ? കൃത്യമാ. ബ്രോ ഐഫോൺ എല്ലാരും വാ 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 ഏതോ കട്ട് ചെയ്തോ. അയ്യോ ദൈവമേ ഒന്നും പറയണ്ട. ഒടുക്കത്തെ തിരക്കായിരുന്നു. കേക്കായി. നാൻസി, ഇന്നലെ ഒരു തമാശ നടന്നു. അത് ഞാൻ പറയാം. ടോണി ഇപ്പൊ വരാമേ. ടോണി അല്ലേ? ഞാൻ ലിജോ. നാൻസിയുടെ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാ വിശേഷം? ഓക്കെ അല്ലേ? നീ കണ്ടായിരുന്നോ? ലിജ ടോണിനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടിക്കൂ? നമുക്കൊന്ന് ചാർജ് ചെയ്തല്ലോ. വച്ചാടേ, ഇത് ടോണി. രണ്ടാമത് സംഭവം അതല്ലേ? ഇന്ന് മിക്കവാറും ലിജ ടോണിനെ ഒളിപ്പിച്ചിട്ടെടുത്തും കേട്ടോ. ടോണി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. ചേച്ചി ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അല്ല തുടങ്ങിയിട്ടുള്ളൂ. ഫുഡ് കഴിച്ചായിരുന്നോ നിങ്ങള്? നാളെ എനിക്ക് ലോങ് ഡേ ഓക്കെ ഓക്കെ ബൈ. ഈ വീട്ടിൽ നിന്നും പുറത്തുനിന്ന് കുടിക്കുന്ന പോരാഞ്ഞിട്ടാണോ നീ ഓരോ പരിപാടിക്ക് പോയിട്ട് കുടിക്കുന്നേ? നീ എന്നെ നാട്ടിച്ചടങ്ങു. അതിന് ഞാൻ അധികം ഒന്നും കഴിച്ചില്ലല്ലോ. പിന്നെ അവർ നിർബന്ധിക്കും ഇങ്ങനെ വേണ്ടാന്ന് പറയാ. നീ ഇങ്ങനെ അവിടെ ഇവിടെ പോയി അടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൊച്ചു കുട്ടിയൊന്നല്ല. നിന്റെ ഏതെങ്കിലും കാര്യത്തിന് റെസ്ട്രിക്ട് ചെയ്യാൻ വരാറുണ്ടോ? മയില് നിനക്ക് എന്ത് പറഞ്ഞാലുണ്ടല്ലോ കുറെ എക്സ്ക്യൂസസ്. നീ ഇപ്പൊ എന്തെങ്കിലും കാണിക്കണം. പോന്ന നാൻസി, നാൻസി, എടോ നിക്കടോ. എടോ നമ്മളേക്ക് ഒന്ന് മൈൻഡ് ചെയ്യടോ. എന്നെ ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. അതെ, നാൻസി സുന്ദരിയാ. ഐ തിങ്ക് ഐ ലൈക്ക് യു. അതെ,
ഇവിടെ കുറെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഞാൻ പേടിക്കണ്ട, ഇതാരും അറിയാൻ പോകുന്നില്ല. എടോ നിക്കടോ. എടോ ആ ബ്ലോക്ക് ഒന്ന് മാറ്റണേ. ഒന്നുമില്ല. നീ നിനക്ക് ഈ കാര്യം പറ. ഒന്നുമില്ലടാ. എന്നോട് ഈ കാര്യം പറ. വാർഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ നീ എന്തിനാ കരയണം? ഞാൻ പറയാം, പക്ഷെ ടോണി പ്ലീസ് നീ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രോമിസ് ചെയ്. പറ. അറബിപ്പൊന്നൂതിയൊരുക്കി അറവാതില് പണിയും ഞാൻ. പള്ളിക്കേസായിരിക്കും. ഹലോ. ചേട്ടാ. തിരക്കാണോ? തിരക്കാണ്. ചേട്ടാ, ലിജോ എന്ന് പറഞ്ഞ ആളറിയോ? ലിജോ കേറോമി വർക്ക് ചെയ്യുന്ന അവനാണ്. അത് തന്നെ. അറിയാം. പറഞ്ഞോ. പുള്ളിയുടെ വീട് എവിടെയാണെന്നറിയോ? പുള്ളിയുടെ വീട് അറിയാം. എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ വൈകിട്ട് ഫ്രീ ആണോ? വൈകിട്ട് ഫ്രീ ആണ്. എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയാം. എന്നാ ഓക്കെ. എന്നാ ശരി, ഓക്കെ. വൈകിട്ട് കാണാം. ഓക്കെ ശരി. ദൈവമേ, എന്തെങ്കിലും പള്ളിക്കേസാണ്. ടോണി, എന്താണ് എന്താ കാര്യം? എന്താ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ അവൻ്റെ ഫ്ലാറ്റ് ഒന്ന് കാണിച്ചെന്ന്. ഇതാണ് സാധനം. തന്നെയല്ലേ? ഇത് തന്നെ സാധനം. ഇത് തന്നെ. ഒരു മിനിറ്റ്. ഞങ്ങൾ എത്തിയടാ. ഡോർ നമ്പർ എത്ര? ഓക്കെ. എന്താ കാര്യം? വൃത്തിയായിട്ടവൻ എൻ്റെ ഭാര്യനെ കയറുന്ന ചൊറിഞ്ഞു. ഉണ്ടല്ലോ. ഇവിടെ ഇനി മേലാൻ നാളെ സാധമേ ഇത്ര സൂക്കറാണ്. വെള്ളം മസാജ് പാർലും വൃത്തി ഇത്ര. എന്താണ് നീ ഇപ്പൊ കൊന്നേനല്ലോ? സത്യത്തിൽ ഒരുമാതിരി പിടിവിട്ട് നിൽക്കാം. വാ എന്റെ അമ്മോ. അല്ല, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മസാജ് പാർലറിൽ പോകുന്ന കാര്യം പറഞ്ഞ കേട്ടല്ലോ. ഞാൻ കേട്ടേ ഉള്ളൂ. വന്നേ. നമ്മളെ കണ്ട പാട്ടം എനിക്കറിയില്ല. ഇങ്ങനത്തെ സംഭവമില്ലേ ആണെങ്കിലേ അന്നാണ് അത്യാവശ്യം. പതിവില്ലാതെ
മല തുറക്കുന്നുണ്ടോ? വീട്ടിൽ കുത്തിയിരുന്നിട്ട് ബോറടിച്ചിട്ട് പോയി. അങ്ങോട്ട് പോ. നീ ലിജോയെ കണ്ടായിരുന്നോ? ഏത് ലിജു? സത്യം പറഞ്ഞോ, ലിജോയെ കണ്ടായിരുന്നോ? അവൻ ഞങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കുന്നില്ലല്ലോ. നിന്റെ മുന്നേ നിൽക്കത്തില്ല. എനിക്ക് അപ്പോഴേ അറിയാൻ പ്രശ്നമാക്കോ. നാട്ടിലായിരുന്നെങ്കിൽ അവന്റെ കയ്യും കളി ഞാൻ തല്ലി ഓടിച്ചാണ്. നല്ല വീട് കഷ്ടമല്ലേ? ഇവിടുത്തെ കാലാവസ്ഥനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പ വെയില് എപ്പ മഴ, ഒരു പിടുത്തം പോകും. വീട്ടിലെത്താം. നിന്റെ വരും കണ്ട കേട്ടാ, ഞാൻ അതൊക്കെ അന്നേ വിട്ടതാ. ചേട്ടാ ഹലോ ടോണി. അളിയാ ജങ്ക ജഗ ജഗ കേറി വാ. ടോണിയെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയോ? ഏറെക്കുറെ. ബ്രോ ലിജോനെ പഠിച്ചത് നന്നായി. ഇതൊരു പകൽമാന ചേറ്റ. ശരിയാ, പക്കാ ഫ്രോഡ്. ഇവനെ പോലുള്ളവനെ എന്നേ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നേ. മാഞ്ചസ്റ്ററിൽ അറിയാൻ ഒരാളും ബാക്കിയില്ല. അലച്ചേ ഒരെണ്ണം ഒഴിച്ചേ. ഒഴിക്കലക്സ. ഈ ജിമ്മി എവിടെ പോയി കിടക്കുക? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൻ വന്നോളൂ. ജോസഫിനെ വിളിച്ചേ. നീ എവിടെ പോയതല്ല? കോപ്പ തന്നെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അയ്യോ, ഞങ്ങള് ചെറുതായിട്ട് തുടങ്ങി. ബാ, ഇടാവേ വെള്ളം ഒഴിച്ചാൽ ഇടാവേ. ഇത്ര നല്ല സാധനത്തിനകത്ത് വെള്ളോ? കളിയുടെ പണിയായി. ഇതെന്താ മനുഷ്യ, നിങ്ങൾ കക്കൂസിലാണോ? നീ കാര്യം പറ. എന്താ? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ തുണി ഒന്ന് വിരിച്ചിട്ടേക്കണേ. ഞാൻ വിരിക്കാൻ മറന്നു. ഇച്ചിരി ചോറും കൂടി ഉണ്ടാക്കി വെക്കേ. ആ മീൻ എടുത്തൊന്ന് പുറത്ത് വെച്ച് ഞാൻ വന്നിട്ടുണ്ടാക്കാം. ശരി എന്നാ ശരി, എന്റെ ബ്രേക്ക് തീർന്നു. ശരിയടി എന്നാ. ഓക്കെ. പെണ്ണുപിള്ള പണി തരാൻ വിളിച്ചാലേ. നിങ്ങളോട് ഒന്നാം റൗണ്ട് കഴിഞ്ഞില്ലേ? ടോണി ജോബ് പോലോ എടാ? ഒന്നും സെറ്റായിട്ട്. അതെ, ടോണി സിവില് മാത്രമല്ലേ ചെയ്യും. എന്താ ജിമ്മി, പഠിച്ച ജോലി കിട്ടുകയാണ്, അതല്ലേ ഏറ്റവും വലുത്. എന്താണേലും രണ്ടുപേര് ജോലി ചെയ്താ ഇവിടെ ജീവിച്ചു പോകും. ഒരാളുടെ ശമ്പളം കൊണ്ട് ഒന്നും ആവത്തില്ല. കറക്റ്റാ. നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ശമ്പളം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ടാക്സ് ആയി, ബില്ലായി, ഇൻഷുറൻസ് ആയി, എല്ലാം കൂടെ ഗവൺമെന്റ് പിടിച്ചോണ്ടങ്ങ് പോവാ. നിങ്ങളങ്ങോട്ട് തകർക്ക്. എനിക്കൊന്ന് കടയിൽ പോകണം. ഓക്കെ ടോണി, ഇതും കൂടെ അങ്ങ് വലിച്ചിട്ടങ്ങ് പോടാവി. ശരി. ടോണി മോനെ. എന്റെ ജിമ്മി വെറുതെ നെഗറ്റീവ് ആക്കാനുണ്ട്. ചിലരുടെ ധാരണ യുക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാശിയാണ്. ഞാൻ പറയാം, ഇവിടുത്തെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ. ചില തെണ്ടികളുടെ വിചാരം ഈ ഡിപ്പെൻഡന്റ് വിസ എന്ന് വെച്ചാ പെണ്ണും പിള്ളമാരെയും ജോലിക്ക് വിട്ട് പിള്ളേരെ നോക്കി നമ്മൾ കള്ളും കുടിച്ചിട്ട് സൂക്ഷിക്കാന്ന്. ചില പറന്നറികള് അതിന് സാരി വിസ എന്നും പറയും. അസൂയ അല്ലാണ്ട് എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റൂ. നീ പറഞ്ഞ കറക്റ്റാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു കൂട്ടുകാരുടെ ഉപദേശം. അളിയ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണുപിള്ളമാരെല്ലാം പണിക്ക് പോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ കൂടിയിട്ട് ഷെയർ ഇട്ട് കള്ളുകുടിയാന്ന്. അത് കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആഴ്ച 2 ദിവസം പണിക്കും പോകുന്നു.
എന്റെ ചേട്ടാ, ഞാൻ ഇവിടെ വന്നിട്ട് ഒറ്റ മലയാളി പോലും പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ എത്തിയ പിന്നുണ്ടല്ലോ ഇല്ലാത്ത ബന്ധങ്ങളെല്ലാം വരും. നാട്ടിൽ ഒരു പരിചയം പറഞ്ഞു വിളിക്കും, കാശ് കാശ് ഇവിടെ നോട്ടടിക്കുന്ന വിഷയം വല്ലതും ഉണ്ടോ? ഇതെല്ലാം വലിയ തമാശ. ഇവന്മാര് കാശ് ചോദിക്കും നമ്മൾ കൊടുക്കാതിരുന്ന നമ്മൾ കൈ വെച്ചിട്ട് കൊടുക്കാതിരിക്കുന്നവർ പറയും, എമ്മ ഇനി അവരാണ്ടത്തിനൊന്ന് കൊടുത്താലോ, പിന്നെ തിരിച്ചു കിട്ടുകയല്ല, അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുകയല്ല. എന്റെ പൊന്നടാവേ, ഇത് ദുരിതമെന്നറിയോ. ഇവിടെ എന്ത് പണിയെടുത്താലും പൈസ കിട്ടണം. ജോസേട്ടൻ പറഞ്ഞ കറക്റ്റാ. കാശ് കിട്ടുന്നോണ്ട് നമ്മൾ എന്ത് പണിയും ചെയ്യും. സത്യം പറഞ്ഞ ഇവിടുത്തെ ബംഗാളികളാ നമ്മള്. ഇപ്പൊ ബംഗാളികളൊക്കെ ഒരു റെസ്പെക്ട് തോന്നിട്ടേ. ചേച്ചി പോയില്ലേ? ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കോടാ, ചേട്ടൻ ഓൺ ദ വേയാ. എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി. പറ, കാര്യം പറ, എന്ത് പറ്റി? എനിക്ക് പറ്റുന്നില്ല ചേച്ചി. അവളുമാരെല്ലാരും കൂടെ ഗ്രൂപ്പ് കൂടി ഉള്ള പണി മുഴുവൻ എന്നെ കൊണ്ടായി ചെയ്യിപ്പിക്കുന്നത്. മടുത്തിയാൻ. സാരമില്ല, എന്നാലും എന്താ പറ്റിയെന്ന് പറ. സങ്കടം വരും. 9 പേഷ്യൻ്റ് ഉള്ളതിലും 4 പേഷ്യൻ്റ് എനിക്കും, 3 പേര് കൂടിയിട്ട് 5 പേഷ്യൻ്റ്. ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. മടുത്തിയാൻ. ഓ സാരമില്ലടാ, നാളെ ശ്വേത വരുമ്പോൾ ഒക്കെ ശരിയാവും. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ വാ തുറന്നൊരു കാര്യം പറയത്തില്ല. നിങ്ങൾ വാ തുറന്ന് പ്രതികരിക്കാത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ നനഞ്ഞിടം കുഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്കിതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ഞാൻ പ്രതികരിച്ച് തുടങ്ങിയപ്പം ഇപ്പം എനിക്ക് ഒരു പ്രശ്നവുമില്ല. ശരിക്കും നമ്മൾ അവരെ തന്നെ കണ്ടുപഠിക്കണം. അവർ ആ ഹോസ്പിറ്റലിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവിടുത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല. നമ്മളോ നാളത്തെ ഷിഫ്റ്റിനെ ഓർത്ത് ഇന്നേ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിലെ ഫ്രസ്ട്രേഷൻസ് മൊത്തം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഭർത്താവിൻ്റെയും പിള്ളേരുടെയും മേക്കിട്ട് തരും. നമുക്ക് ഇച്ചിരി ആത്മാർത്ഥത കൂടുതലാണ്. അതുകൊണ്ട് ആ കൊച്ചു പുതിയതല്ലേ, എല്ലാം മനസ്സിലായിക്കോളും. എന്നാ കൊച്ചു കിട്ടോ, ചേട്ടൻ ഇപ്പോൾ വരും. ഓക്കേടാ, ഓക്കെ. നാൻസി, ഈ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ആ പാവം ടോണിയുടെ നെഞ്ചത്ത് കയറ്റണ്ട കേട്ടോ. ആ വന്നോ? ഞാൻ വിളിക്കാൻ വരുമായിരുന്നു. എന്തത്ര ലേറ്റ് ആയേ? ആണോ? തുടങ്ങി വന്നപ്പോഴേക്കും എടിയേ എടിയേ എനിക്കൊരു പാൽച്ചായ കിട്ടോ? ഞാനിവിടെ തുണി മടക്കുക. നീ ഒരു ചായ ഇട്ടു കുടിക്കേ. ഞാനെങ്ങനെ? ഒരു 1/2 ഗ്ലാസ് പാലിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തേയിലപ്പൊടി പഞ്ചസാര ഇട്ടാ ചായ റെഡിയോ. നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഇച്ചിരി വെള്ളവും പാലും തിളപ്പിച്ചിട്ട് തേയിലപ്പൊടി പഞ്ചസാര ഇട്ടാ മതി. എടുത്തു വെച്ചൂടെ? ഇത് ഞാൻ തന്നെ ചെയ്യണം. ജോലി കഴിഞ്ഞു വന്ന് അവിടുത്തെ സ്ട്രെസ്സും ഇവിടുത്തെ സ്ട്രെസ്സും എല്ലാം.
നാൻസി നാൻസി എന്തുവാടാ? ഓ, നിനക്ക് ചായ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയത്തില്ലല്ലോ. ഹോസ്പിറ്റലിൽ സമാധാനമില്ല, വീട്ടിൽ വന്നാലും സമാധാനം തരത്തില്ല. നിന്റെ സമാധാനം ഞാനാണോ കളയുന്നത്? പിന്നെ എന്തുവാണ് നീ കാണിക്കുന്നത് ഇവിടെ? നീ ജോലിക്ക് പോവാതെ ഇവിടെ ഇരിക്കുവല്ലേ? അറ്റ്ലീസ്റ്റ് നിനക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? അവിടെയും പണി ഇവിടെയും പണി. ഞാൻ മടുത്തു. എപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അത് ശരി, ഞാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മര്യാദയ്ക്ക് നാട്ടില് ജോലി ചെയ്തോണ്ടിരുന്ന തന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം എന്നെ തല്ലല്ലോ. കൊള്ളാലോ. ഞാൻ പറഞ്ഞിട്ടാണോ നീ വന്നത്? നീ നിന്റെ ഇഷ്ടത്തിന് കൂടെ അല്ലേ വന്നത്? നിനക്ക് പിന്നെ നിന്റെ ഓരോ ന്യായങ്ങളുണ്ടല്ലോ. മനുഷ്യനിവിടെ കുത്തിയൊന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് എനിക്കറിയാം. ഒന്ന് മിണ്ടാൻ പോലും ഒരാളെ കിട്ടുന്നില്ല ഈ പരിസരത്ത്. ഒന്നും ഭക്ഷണം മര്യാദയ്ക്ക് ഭക്ഷണം വെച്ചിട്ട് എത്ര ദിവസം അറിയും? ഞാനും ഈ സെയിം അവസ്ഥ തന്നെയല്ലേ. നീ എന്നെ നിന്റെ കാര്യം മാത്രം പറയുന്നേ. ഓരോ ദിവസം ഓരോ കൂട്ടുകാരുമായിട്ട് കള്ളു കുടിച്ചിട്ട് വരും. എന്നും കള്ളു കൊടുക്കുന്ന എന്റെ അച്ഛനാണ്. എന്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ. എന്റെ അപ്പനെ പറഞ്ഞ എന്ത് ചെയ്യടി? സോറിടാ.
കഴിച്ചാൽ മതി. ഓരോ നിർബന്ധമില്ല. ഏതായാലും അമ്മായിമ്മയുടെ കൈപ്പുണ്യം ഒന്നും കിട്ടാതിരിക്കത്തില്ലല്ലോ. നീ ചിരിക്കത്തില്ലടാ? നിനക്ക് നാട്ടിൽ പോണം അല്ലേ? നിന്നെ നാട്ടിൽ വിടാം. ചോറും വേണോ? ഒരു കഴിക്കുന്നോ? കഴിച്ചോ, കഴിച്ചോളാ. നിനക്ക് എന്നാടാ പിണങ്ങിയിരിക്കാം? ചോറ് വേണോ? ആ ശ്വേത ചേച്ചി. ഹലോ ചേച്ചി, ആണോ? ഇപ്പോഴോ? ആണോ? ഒന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ കേറിട്ട് പോ. ആ ഫ്രീയാ പോര്. ഓക്കെ, എന്നാ കാണാം. എടാ, ശ്വേത ചേച്ചി വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് ടൈഡി അപ്പ് ചെയ്യാൻ പോ. ആ എണീക്ക്. ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കിക്കേ. ആ ചേച്ചി അവര് പാർക്കിങ്ങിലാണ്. കാറ് പാർക്ക് ചെയ്യാൻ പോയി. ചേച്ചി ഒന്ന് വിളിച്ചിട്ട് വരാൻ മേലായിരുന്നു. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ലടാ, ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാവുന്ന, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? ചുമ്മാതാ ചേട്ടാ, ഇവനെ എങ്ങനെയെങ്കിലും നാട്ടിൽ കയറി പോയാൽ മതിയേ ഉള്ളൂ. നീ ഇതാരോടായി പറയണേ? വന്ന സമയത്ത് പെട്ടിയും കിടക്കെടുത്ത് പോവാൻ നിന്ന മനുഷ്യനെ അങ്ങേരും. എന്നിട്ട് എന്റെ പാടും വിധിയായിരുന്നു ഇവിടെ പിടിച്ചു നിർത്തിയത്. ജോലി എന്തെല്ലാം അവൻ സിവിലാണ്. ഇവര് മാത്രമേ ചെയ്യൂ? ഇവിടെ അങ്ങനെ ഇന്ന ജോലിയൊന്നും ഇല്ല കേട്ടോ. എന്ത് ജോലിയും ചെയ്യാം, നമുക്ക് കാശ് കിട്ടുന്നുണ്ടോ നോക്ക്. ഇവിടെ നാട്ടിൽ പല ജോലിയും ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ കിട്ടുന്ന ജോലി ചെയ്യാം. എല്ലാത്തിനും പൗണ്ടായിട്ട്. ടോണി, ഈ പുള്ളിക്കാരൻ എന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്നറിയോ? എനിക്ക് തന്നെ അറിയില്ലായിരുന്നു പുള്ളി എന്തൊക്കെ പണിക്കാ വീട്ടിൽ നിന്ന് പോണേന്നുള്ളത്. എല്ലാ പണിയും ചെയ്യും. കാര്യം നാട്ടിൽ 2 കടയും വലിയ മുതലാളിയൊക്കെ ആയിട്ടിരുന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാം പൂട്ടിക്കിട്ടി. കുടിക്കാടാ, കുടിക്കാം. പരിപാടി എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു മെയിൽ അയക്കാറുണ്ട്. ഞങ്ങളൊന്ന് ഇറങ്ങിയാൽ കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് അടുത്ത ആഴ്ച വീട്ടിലേക്ക് വരുമോ? ഓഫ് നോക്കിയിട്ട് ഞങ്ങളോട് പറയും, വിളിച്ചിട്ട് വരണം. ഓക്കെ, ഇറങ്ങി. എടിയേ, ഞാൻ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യാൻ പോവാ. നിനക്കിഷ്ടമുള്ളത് ചെയ്തു. ഫുൾ സപ്പോർട്ട്. എടിയേ, ഒരു കോട്ടും കൂടി ആവായിരുന്നു അല്ലേ? ഇത് തന്നെ ഓവറാ. ഇവിടെ ആരും ഇന്റർവ്യൂവിന് പോകുമ്പോ ഇങ്ങനെയൊന്നും അല്ല പോകുന്നത്. ജീൻസും ടീഷർട്ടും മതി. ഏതായാലും ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, ഞാൻ കൂളാണ്. പോയിട്ട് വാ. അതെ, സിവിലാണ്. അല്ല, വേറെ വേറോസിന്റെ ഇന്റർവ്യൂവിനാ? ഈ കൊലത്തിലാ? നീ ഈ കൊലത്തിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ഇന്റർവ്യൂ എടുക്കുന്ന സായിപ്പന്മാരെ എടുത്ത് വരവിട്ടടിക്കുമല്ലോ. ഞാൻ പറഞ്ഞേട്ടോ, അടിയെന്ന് വിളിക്കും. എടി വേഗം വാ, വിശക്കുന്നു. വരുമ്പോ അച്ചാറും കൂടി എടുത്തോ. ഉപ്പിട്ടായിരുന്നോ? ഇട്ടിട്ടുണ്ട്, നീ നോക്ക്.
അച്ചാർ വേണോ? പിന്നെ മറ്റേ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അവര് ഭയങ്കര കൂളായിട്ടാണ് ചോദിച്ചത്. പിന്നെ പ്രധാന പ്രശ്നം എനിക്ക് അവർ പറഞ്ഞ് മനസ്സിലാവണ്ടേ. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചാൽ മതി. നല്ല ക്ഷമയുള്ള മനുഷ്യരെ അവർ ക്ലിയർ ആക്കി തരും. ആണല്ലേ? ഞാൻ ആദ്യമേ തന്നെ മേടിച്ചു, പിന്നെ എല്ലാം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. കുറച്ചുകൂടെ മിങ്കിളായി കഴിയുമ്പോൾ ശരിയാവൂടാ. ഇനി അടുത്ത ഇന്റർവ്യൂക്ക് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകണം. അടുത്തത് നാളെ ഒരു വെയർ ഹൗസ് ഇന്റർവ്യൂ ഉണ്ട്. പിന്നെ മറ്റന്നാ ഒരു കെയർ ഹോം ഓൺലൈൻ ഇന്റർവ്യൂ കൂടി ഉണ്ട്. കൊള്ളാലോ, കുറെ എണ്ണം ഉണ്ടല്ലോ. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നീ കൂളായിട്ട് അങ്ങ് ചെയ്തോ, എന്തെങ്കിലുമൊക്കെ സെറ്റാവും. പിന്നെ അല്ല, അങ്ങനെയുണ്ട്. നല്ല ഇച്ചിരി ഉപ്പ് വേണമല്ലോ. ഇനി വേണം ഉപ്പ്? ഞാൻ എടുത്തോണ്ട് വരാം. ഇവരെങ്ങനെയാ മടുത്ത്. എടാ ഒരു മിനിറ്റ് എടാ, ഞാൻ ടോണി ഒന്ന് വിളിച്ചു നോക്കണം. ഹലോ, ആടാ, എന്തായി ഇന്റർവ്യൂ? അയ്യോ, ആണോ? നമുക്ക് വേറെ നോക്കാം, ഒരു പ്രാക്ടീസ് ആവണം. ഓക്കെ. എന്തായിട്ടുണ്ട് ഇന്റർവ്യൂ? അവനൊന്നും മനസ്സിലായില്ലെന്ന് അവര് ചോദിച്ചതൊന്നും മനസ്സിലായില്ല. ആണോ? ഇനി കിട്ടുമെന്നേ, സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഒന്ന് അത് ചെയ്ത് യൂസ് ആയി കഴിയുമ്പോ ശരിയാക്കി. ആയിക്കോളൂന്നേ. എടി, ജോലി കിട്ടി. ഇപ്പൊ തന്നെ സെലക്ടഡ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ഇമെയിൽ വന്നു. ഓക്കെ, വന്നിട്ട് കാണാം. താങ്ക് യു. എന്തായി ഉണ്ടാക്കുന്നേ? ടോണീസ് പ്രിപ്പറേഷൻ. ഫുഡ് ഉണ്ടാക്കണ്ട, എന്റെ വക ട്രീറ്റ്. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ? ഓക്കെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ. ടോണി, അജേട്ടനോടൊന്ന് വിളിച്ചു പറ ജോലി കിട്ടിയ കാര്യം. ഞാൻ വിളിക്കാൻ ആലോചിച്ചിരിക്കുന്നു. ഇപ്പോൾ വിളിക്കാം. ഹലോ അജയ് ചേട്ടാ, നല്ല വിശേഷങ്ങൾ പറയാനേ ഉള്ളൂ. അപ്പോഴേ ജോലി കിട്ടി. താങ്ക് യു. കെയർ ഹോമിലാ? അത് വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. സൺഡേ ഫ്രീ ആണോ? ഓക്കെ, അപ്പോൾ സൺഡേ കാണാം കേട്ടോ, നമുക്ക് കൂടാം. ശരി. നല്ല വിശപ്പ്, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ. നല്ല കേരള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് നോക്കും. ശ്വേത ചേച്ചി അന്നൊരു മലയാളി റെസ്റ്റോറൻറ്റ് കാര്യം പറഞ്ഞായിരുന്നു. കേരള കറി ഹൗസ്. കേരള കറി ഹൗസ്. ഹലോ, പെട്ടെന്ന് എത്തിയല്ലോ. താങ്ക് യു. വെൽക്കം ബ്രോ. മോളെ വാ, ഭക്ഷണം കഴിക്കാം. അപ്പോൾ തുടങ്ങാം.
ഇഷ്ടപ്പെട്ടു. എടി നീ എവിടെ എത്തി? എനിക്ക് പോകാൻ സമയമായി. All the best. There was one game I didn't love, and this was when my humor had. ഹലോ, നീ ഇറങ്ങിയില്ലേ അവിടുന്ന്? പെട്ടെന്ന് വാ. എത്തിയോ? ആഹാ, അല്ല നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എനിക്ക് നിന്നെ മിസ് ചെയ്തോടാ. ഓക്കെ ഓക്കെ. നീ ഇനി ജോലിക്ക് പോവാൻ വേണ്ടി വേണ്ടേ? എനിക്ക് പറ്റത്തില്ല. ആ എന്നാ ശരി, പോകുന്നില്ല. എടാ ആ കഴുക്കാണ്, ആ കഴുക്കാണ്. നീ കഴിക്കാൻ നീ നോക്ക്. എടാ, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ടോസ്റ്റും പീനട്ട് ബട്ടറും എടുക്കാം. ടോസ്റ്റും പീനട്ട് ബട്ടറും. ഇന്നത്തെ ചോറും കറിയും ഉണ്ടോ? ആ, അത് മതിയോ? അത് മതി. അതാണ് ഞാൻ കഴിച്ചത്. ഞാൻ പോയി കിടന്നുറങ്ങിക്കോണം. ആ, നിനക്ക് വേണ്ടേ? വേണ്ട, ഞാൻ വിളിക്കാം. എടാ, ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നടി, കുഴപ്പമൊന്നുമില്ല. അവിടെ മലയാളികളുണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ ആക്ച്വലി ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണ്. ചുമ്മാ എന്നെ ഇതാക്കാൻ വേണ്ടി പറയല്ലേ? അല്ല, ഞാൻ ഓക്കെ ആണ്. അല്ല, നീ ഇത് രാത്രി ഒന്നും ഉറക്കൂല്ലേ? രാത്രി നിന്റെ സ്കൂളുണ്ടല്ലോ. എനിക്ക് ഉറക്കം വന്നില്ല. എനിക്ക് എന്നെ മിസ് ചെയ്തു. ഓ പിന്നെ മിസ്സിങ് ഓടി നടന്നു. മതി കഴിക്കും. ശരിക്കും മതി കഴിക്കും. എന്നാലും എന്നെ മിസ് ചെയ്തോ? നീ തോന്നുന്ന നാണം വന്നോ നിനക്ക് അപ്പോഴേക്ക്? എന്നാലും കേൾക്കാൻ സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അവസാനം ശ്വേത ചേച്ചി വരേണ്ടി വന്നു. പേഷ്യൻസിന്റെ വീട്ടുകാരാണല്ലേ കൂടുതൽ പ്രശ്നക്കാർ. ശരി, സ്ട്രെസ് ആണല്ലേ? നോക്കാം. ആ, ഇന്നാ വേറൊരു കാര്യം അറിഞ്ഞ ബാൻഡ് 6ന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. നീ കോൺഫിഡന്റ് ആണോ? പിന്നെ ഞാൻ സെറ്റ് അല്ലേ.
ഓക്കേ എന്നാ ചെയ്. അതെ നമുക്കൊരു കുഞ്ഞാവിനൊക്കെ വേണ്ടേ? അതെനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഓ പിന്നെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി എന്ത് കുഞ്ഞാവേടെ കാര്യം. ഞാനല്ലോ നിന്റെ കുഞ്ഞാവ്? നാണം ഉണ്ടോടാ എനിക്ക്? ഇല്ല. ചിരിച്ച് കളിച്ചിങ്ങനെ നടന്നോ? കുഞ്ഞാവോ? എനിക്ക് വേണം. ഞാൻ ആമസോണിൽ കിട്ടുമോ നോക്കട്ടെ. പോടാ. എന്താടാ അതൊക്കെ ഉണ്ട്, നീ വാ വാ. തണുപ്പത്ത് എങ്ങോട്ടായി വരെ ഉള്ളൂ, നീ വാ. ഹലോ ഹായ് ഹായ്, ഇതാണ് വൈഫ് കേട്ടോ. വണ്ടിയാണ്. ഓക്കെ MOT 1 year ചെയ്തിട്ടുണ്ട്. ഓക്കെ വാങ്ങ്, നമ്മുടെ വണ്ടിയാണ്. നമ്മൾ വാങ്ങിച്ച പുതിയ വണ്ടി. ഓക്കെ താങ്ക് യു. താങ്ക് യു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ. നീ എന്തൊക്കെ കാണാൻ കിടക്കണം. ഇഷ്ടപ്പെട്ടോ? ചെല്ല് നോക്ക്, ചെല്ല്. ഹലോ ടോണി, നാൻസിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. ആ അതേനെ, ഗുളിക കഴിച്ചിട്ട് കിടക്കാം. ആടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. മനുഷ്യനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിയാണ്. ജിമിസിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണമില്ല. ടോണി നീ പെട്ടെന്ന് വാ. ഞാൻ സ്കൂൾ കണ്ടിരുന്നു, പക്ഷെ ചിക്കാൻ പറ്റി. ഞാൻ വീട്ടിലായിരുന്നു. ചേച്ചി വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. ഓക്കെ വേഗം വാ. എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരുന്ന, അതിനല്ലേ ഞാൻ ഈ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ടാരാണെങ്കിൽ നീ ഫോണും എടുത്തില്ല. അന്നേരമാ മഞ്ചേട്ടനും ചേച്ചിയും കൂടെ വീട്ടിലേക്ക് കയറി വന്നത്. പിന്നെ എൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ചേച്ചിക്കൊരു ഡൗട്ട്. ആദ്യമേ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അന്നേരമാ മഞ്ചേട്ടൻ പറഞ്ഞ നമുക്കെന്നാൽ ടോണിക്ക് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ. പിന്നെ പുള്ളി തന്നെ എല്ലാവരെയും വിളിച്ച് എല്ലാം അങ്ങ് അറേഞ്ച് ചെയ്തു. ഹോ, ഇവിടെ എത്തുന്നത് വരെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി. ഒന്നും പറയണ്ട.